Hi friends, welcome back to day 15, 30-day study plan of Laboratory Assistant 10th Mains Examination. നാളെയാണ് day 15. Day 15ൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. മാത്സിൽ പഠിക്കേണ്ടത് ദിശ അവബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. കുറേ PYQs ഓറിയൻറ്റഡ് ആക്കി തന്നെ അത് പഠിക്കുക. അപ്പോൾ എല്ലാ എക്സാമിനും നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഒരു വ്യക്തി 4 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു, പിന്നെ തിരിഞ്ഞ് കിഴക്കോട്ട് നടന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നീട് ഫൈനലി അവൻ്റെ ആ ഒരു ദിശ ഏത് ഭാഗത്തേക്കാണ് എന്നൊക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. അതാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ മാത്സ് ദിശ അവബോധം എന്ന ഏരിയ നിങ്ങൾ തറവാക്കി വെക്കുക. അതുപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പം ഓക്സിലറി വേർബ്സ് ആണ് പഠിക്കേണ്ടത്. PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ നടത്തേണ്ടതാണ്. മലയാളത്തിൽ കഥാപാത്രങ്ങൾ കൃതികൾ അപ്പോൾ അത് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളിലെ കഥാപാത്രങ്ങൾ തന്നിട്ട് ഇത് ഏത് കൃതിയിലേതാണ് എന്ന് ചോദിക്കുന്നത് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു എക്സാമിന് അമ്പ എന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ പഠിച്ചിട്ട് പഴയ കൃതികളും അതിൻ്റെ കഥാപാത്രങ്ങളും അതിലെ കഥാപാത്രങ്ങളും ഒക്കെ നോക്കി വയ്ക്കുക. റാങ്ക് ഫയൽസിലെല്ലാം ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ള കൃതികളും അവയുടെ കഥാപാത്രങ്ങളും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുത്. പിന്നെ കറണ്ട് അഫെയർസ് ജൂലൈ 2024 ആണ് പഠിക്കേണ്ടത്. അതോടൊപ്പം ജാനുവരി 2025 നമ്മൾ പഠിച്ച ആ ഒരു കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്തെടുക്കുക. കറണ്ട് അഫെയർസ് ജൂലൈ 2024 പഠിക്കുക, ജാനുവരി 2025 റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹോട്ട് ടോപ്പിക്സിലേക്ക് വരാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് അമെൻമെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അമെൻമെൻറ്റ് നമ്പർ 42, 44, 52, 91 എന്നിങ്ങനെ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ള 3 അമെൻമെൻറ്റ്സ് 73, 74, 86 ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് പഠിക്കുക. അടുത്തത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അതിൻ്റെ വീഡിയോ നാളെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ആക്കും. നെക്സ്റ്റ് റിട്സ് ആണ്. അപ്പോൾ ഈ റിട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇനി റിവിഷൻ്റെ ഏരിയയിലേക്ക് വരാം. ഹോട്ട് ടോപ്പിക്സിൽ നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ട ഭാഗമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അടുത്തത് തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. തണ്ണീർത്തട സംരക്ഷണം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കറണ്ട് അഫെയർസും ഇൻക്ലൂഡഡ് ആണ്. അതിനോടൊപ്പം ആ സംരക്ഷണ നിയമം എന്നുള്ള ഏരിയ കൂടി ചേർത്ത് വെച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. ഐക്യ കേരള പ്രസ്ഥാനം, 1857 വിപ്ലവം, ഈ ഇത്രയും ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. അത് റിവിഷനാണ് തരുന്നത്. ഹോട്ട് ടോപ്പിക്സ് റിവിഷൻ. അതിൽ ഈ 4 റിവിഷൻ തന്നിട്ടുള്ള ടോപ്പിക്സും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. തണ്ണീർത്തടം എന്ന് പഠിക്കുന്ന ഏരിയയിൽ നിങ്ങൾ തണ്ണീർത്തട സംരക്ഷണ നിയമം കൂടി ചേർത്ത് വെച്ച് പഠിക്കാനായിട്ട് വിട്ടുപോകരുത്. ഇത്രയും കാര്യങ്ങളാണ് ഡേ 15ൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ നമ്മൾ SCERT ഹോട്ട് ലെസൺ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഈ റിവിഷനും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ SCERT ഹോട്ട് ലെസൺ ഇൻക്ലൂഡ് ആക്കാഞ്ഞത്. അടുത്ത ദിവസം നമുക്കൊരു ഹോട്ട് ലെസൺ കൂടി ഉണ്ടായിരിക്കും. ഇനി 1-2 പേര് ചോദിക്കുന്നുണ്ട്, ടെലഗ്രാം ചാനൽ തുടങ്ങിക്കൂടെ, ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിലിട്ട് തന്നുകൂടെ എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അറിയാം. മാർച്ച് 25-നാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്നോളം 89 വീഡിയോസോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. പോകെ നമുക്ക് ടെലഗ്രാം ചാനലും അതുപോലെ അടുത്ത ASM കോഴ്സിലേക്കുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ ടൈം ടേബിളും എല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കാം. ലബോറട്ടറി അസിസ്റ്റന്റിന് ശേഷം ASMന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ASMന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തൊട്ടടുത്ത ദിവസം തന്നെ, ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ആരംഭിക്കാം. ഒരു 50 അല്ലെങ്കിൽ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. നമുക്ക് എന്തായാലും എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. കൺഫർമേഷൻ ഡേറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ എക്സാമിൻ്റെ ഡേറ്റ് വരികയുള്ളൂ. അതനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് താല്പര്യമുണ്ട്, നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.